ഈ അടുത്തൊരാൾ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല ഇപ്പോൾ കമ്പനിയിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, കമ്പനി മുമ്പത്തേക്കാൾ എത്ര വളർന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ആലോചിച്ചു, ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയല്ലേ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ എണ്ണത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് അതൊരു ചെറിയ ബിസിനസ് ആണോ, ലാർജ് എന്റർപ്രൈസ് ആണോ, ഒരു മിഡ് സൈസ് കമ്പനിയാണോ എന്നൊക്കെ നമ്മൾ അളക്കാറില്ലേ? ശരിക്കും ഇന്നത്തെ കാലത്ത് അത് ചെയ്യാൻ പറ്റുമോ? മുമ്പൊക്കെ മനുഷ്യന്മാർ ലേബറായിട്ട് ചെയ്തിരുന്ന കുറേ അധികം ജോലികളൊക്കെ ഇപ്പോൾ എയും ഓട്ടോമേഷനൊക്കെ ഉപയോഗിച്ചിട്ട് അത്രയും ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ കമ്പനികൾ ഈ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ? വലിയ കമ്പനികളൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എംപ്ലോയീസിനെ അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ലേബേഴ്സിന് കൊടുക്കേണ്ട ശമ്പളം മാറ്റി വെച്ചിട്ട് കമ്പനികളുടെ API ബില്ലടക്കാൻ വേണ്ടി ടോക്കൺ മാക്സിമൈസേഷൻ എന്ന് പറയും. അവരത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ മുമ്പ് ഈ മൗസും കീബോർഡും ഉപയോഗിച്ച് ചെയ്തിരുന്ന കുറേ അധികം ജോലികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് AIൻ്റെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്നുണ്ട്. മുമ്പ് 100 ആളുകൾ ചെയ്തിരുന്ന സാഹചര്യത്തിൽ ആ ഒരു ടീമിൽ ഒരു 10 ആൾക്കാരെ കൊണ്ട് ആ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ശരിക്കും വലിയ കോർപ്പറേറ്റുകളൊക്കെ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് ഉപയോഗപ്പെടുത്തിക്കൂടെ? അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഇന്ന് ഈ AI വന്നതിന് ശേഷം വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ തന്നെ പൊളിച്ചു മാറ്റി പുതിയൊരു ഫ്രം സ്ക്രാച്ച് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ഒരു റീസ്ട്രക്ചറിങ് ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോ പറയാം.